പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക കരാർ ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിടുന്ന UDF സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അന്യായമായ പിരിച്ചുവിടലിനെതിരെ CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞെങ്കിലും പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന് സൂപ്രണ്ട് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം K. പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിതമാകുന്ന ഘട്ടത്തിൽ ഇത് ഗവൺമെൻറ് ഉടമസ്ഥതയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ, പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്ന പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം തുടർന്ന് ഈ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാക്കി മാറ്റാൻ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരാണ് തയ്യാറായത്. 2019 മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഉടമസ്ഥതയിലാകുന്നത്. അതുവരെ മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും സഹകരണ മേഖലയിലാണ് പ്രവർത്തിച്ചത്. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ജോലിക്കാരെ സഹകരണ വകുപ്പിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി, അനുമതിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ജീവനക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയതിനു ശേഷം എല്ലാ പോസ്റ്റുകളും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അവിടെ അനുവദനീയമായ പോസ്റ്റുകളിലേക്ക് മാത്രമേ നിയമനം നടത്താൻ വേണ്ടി സാധിക്കൂ. ഇത് നിലനിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ വിവിധ സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം ക്ലീനിങ് സ്റ്റാഫിൻ്റെയും മറ്റ് അനുബന്ധ മേഖലയിലെല്ലാം ജീവനക്കാരെ ആവശ്യമാണ്. അങ്ങനെ ജീവനക്കാരെ ആവശ്യമുള്ളപ്പോൾ ഗവൺമെൻറ് പോസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ അവിടെ താൽക്കാലിക ജീവനക്കാരെയാണ് നിയമിക്കുക. അതിന് അന്ന് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് കുടുംബശ്രീ മിഷനെ, ജില്ലാ മിഷനെ ഏൽപ്പിക്കുകയും ജില്ലാ മിഷനാണ്, കുടുംബശ്രീയുടെ ജില്ലാ മിഷനാണ് ഇവിടെ താൽക്കാലിക ജീവനക്കാരെ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. CPIM മാടായി ഏരിയ സെക്രട്ടറി M. ശ്രീധരൻ, CITU മാടായി ഏരിയ സെക്രട്ടറി EP. ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നടന്നത് സൂചനാ സമരമാണെന്നും തൊഴിലാളി വിരുദ്ധ നയം തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.